എറണാകുളം കലൂരിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ് ആൻ്റണീസ് ലാറ്റിൻ കാത്തോലിക് ചർച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സെൻറ് ആൻ്റണീസിൻ്റെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് കലൂർ പള്ളി എന്നും വിളിക്കപ്പെടുന്ന സെൻറ് ആൻ്റണീസ് ലാറ്റിൻ കാത്തോലിക് ചർച്ച്. എല്ലാ വർഷവും ജൂൺ 13-നാണ് വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. ഇന്ന് വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ആഘോഷമാണ്. എല്ലാ വർഷവും ജൂൺ 13-നാണ് വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. കൊച്ചി സിറ്റിയുടെ ഏതാണ്ട് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയായതുകൊണ്ട് തന്നെ പൊതുഗതാഗതത്തിനും മറ്റുള്ളവയ്ക്കും തടസ്സമാകുന്ന രീതിയിലുള്ള പ്രദക്ഷിണമോ മറ്റ് ആഘോഷ പരിപാടികളൊന്നും ഈ പള്ളിയിലെ പെരുന്നാളുകൾക്ക് ഉണ്ടാകാറില്ല. ജാതി മതഭേദമന്യേ എല്ലാ ജനങ്ങളും ഈ തിരുനാളിൽ സാധാരണഗതിയിൽ പങ്കെടുക്കാറുണ്ട്. തീർത്ഥാടകർക്കിടയിൽ പാതുവയ്ക്ക് ശേഷം ജനപ്രതിയിൽ 2-ാം സ്ഥാനം നിൽക്കുന്ന പള്ളിയാണ് കലൂർ പള്ളി. ലോകപ്രശസ്തമായ മറ്റ് ദേവാലയങ്ങളെപ്പോലെ മനോഹരമായ കൊത്തുപണികളോ അലങ്കാരമോ ഇല്ലെങ്കിൽ പോലും ജനപ്രീതിയിൽ വളരെ മുൻപന്തിയിലാണ് കലൂർ പള്ളി. പള്ളി, റെക്ടറി, ആരാധനാലയം, ബൈബിൾ കോളേജ് എന്നിവയെല്ലാം അടങ്ങുന്ന ഇന്നത്തെ ദേവാലയം ഒരു ചെറിയ ദേവാലയമായിട്ട് 1915-ലാണ് ആരംഭിച്ചത്. 1962-ലാണ് ആദ്യമായി വിശുദ്ധ കുർബാന ഈ പള്ളിയിൽ ആഘോഷിച്ചത്. 1973-ൽ വിശുദ്ധ അന്തോണീസിൻ്റെ വിശുദ്ധ തിരുശേഷിപ്പ് പാതുവയിൽ നിന്ന് കൊണ്ടുവരികയും അങ്ങനെ ഈ ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേന പ്രാർത്ഥനകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. 2009-ലാണ് ബൈബിൾ കോളേജ് ആരംഭിച്ചത്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഈ പള്ളിയിൽ രാവിലെയും വൈകിട്ടും വിശുദ്ധ കുർബാനയും നൊവേനയും ആചരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഈ പള്ളിയിൽ ഭയങ്കരമായ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. കൂടാതെ ഈ പള്ളി ചൊവ്വാഴ്ച പള്ളിയെന്നും ഭക്തർ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മെഴുകുതിരി പള്ളി എന്നും അറിയപ്പെടുന്നുണ്ട്. സെൻറ് ആൻ്റണീസിൻ്റെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. 1195, 1231 കാലഘട്ടങ്ങളിൽ ഇറ്റലിയിലെ പാതുവയിൽ ജീവിക്കുകയും ജനങ്ങളെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്ത വിശുദ്ധനായിരുന്നു വിശുദ്ധ അന്തോണീസ്. വിശുദ്ധ അന്തോണീസ് ജനിച്ചത് പോർച്ചുഗീസിലായിരുന്നുവെങ്കിലും ഇറ്റലിയിലെ ചെറിയ പട്ടണമായ പാതുവയിലെ മഹത്തായ അത്ഭുത പ്രവർത്തികൾക്കും ശക്തമായ പ്രഭാഷണങ്ങൾക്കും അദ്ദേഹം പ്രശസ്തനാവുകയും അതിനാൽ പാതുവയിലെ വിശുദ്ധ അന്തോണി എന്ന പേര് ലഭിക്കുകയും ചെയ്തു. പോർച്ചുഗലിലെ ലിസ്ബണിൽ 1195 ഓഗസ്റ്റ് 15-ന് മാർട്ടിൻ ത്രേസ്യ ദാമ്പതികളുടെ പുത്രനായിട്ടാണ് സെൻറ് ആൻ്റണീസ് ജനിച്ചത്. പ്രഭു കുടുംബത്തിലെ അംഗമായ പിതാവ് കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ മതശാസ്ത്ര ചരിത്ര പഠനങ്ങളിൽ മിടുക്കനായിരുന്നു സെൻറ് ആൻ്റണീസ്. മതപഠനത്തിൻ്റെ ഭാഗമായി ഫെർണാഡോ അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ ചേരുകയും പിന്നീട് രക്തസാക്ഷിയാവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഫെർണാഡോ ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ ചേരുകയും ചെയ്തു. പ്രസംഗത്തിലും വചനപ്രഘോഷണങ്ങളിലും സമർത്ഥനായിരുന്ന സെൻറ് ആൻ്റണീസ് പെട്ടെന്ന് തന്നെ ഇറ്റലിയിലും മറ്റു പ്രദേശങ്ങളിലും വളരെ പ്രസിദ്ധനായി തീർന്നു. 1230 കാലഘട്ടങ്ങളിലാണ് സെൻറ് ആൻ്റണീസ് പാതുവയിലെത്തുന്നത്. പാവങ്ങളുടെ പടയാളി എന്നാണ് അദ്ദേഹം അവിടെ അറിയപ്പെട്ടിരുന്നത്. കൂടാതെ ഇവിടെ വെച്ച് അദ്ദേഹം ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. 1231 ജൂൺ 13-ന് പാതുവയ്ക്കടുത്തുള്ള ആർസെല്ല എന്ന സന്യാസി മഠത്തിൽ വെച്ചാണ് ഇദ്ദേഹം നിര്യാതനായത്. അതിനെ തുടർന്ന് പാതുവയിലെ വിശുദ്ധ അന്തോണീസ് എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടത്. ജൂൺ 13-ന് ഇദ്ദേഹത്തിൻ്റെ തിരുനാളായി ആചരിച്ചു വരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലെ ആത്മീയ മൂല്യങ്ങൾ പരിഗണിച്ച് 1946 ജനുവരി 16-ന് വിശുദ്ധ അന്തോണീസിനെ ഡോക്ടർ ഓഫ് ദി ചർച്ച് ആയി പ്രഖ്യാപിക്കുകയും തിരുസഭ പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. പാവപ്പെട്ടവരുടെ പുണ്യാളൻ എന്നും സെൻറ് ആൻ്റണീസ് അറിയപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.